للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ഖൈറുൽ കലാമി കലാമുല്ലാഹ്. വചനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വചനം അല്ലാഹുവിന്റെ വചനമാണെന്ന് ഓരോ ഖുതുബയിലൂടെയും കേൾക്കുന്ന ആളുകളാണ് നമ്മൾ. അല്ലാഹുവിന്റെ കിതാബ് നമുക്ക് സാധിക്കുന്ന അത്രയും പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ ഇൻ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നതി. ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ നൽകിക്കൊണ്ടാണ് ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുക. ഒന്ന് അല്ലാഹുവിന്റെ കിതാബും മറ്റൊന്ന് എന്റെ സുന്നത്തുമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൻ തദില്ലു മാ ഇൻ തമസ്സക്തും ബിഹിമാ. അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ ഒരിക്കലും വഴി പിഴച്ചു പോകുകയില്ല എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക മാത്രമല്ല, അതിന്റെ തഫ്സീറുകൾ വായിക്കാനും പഠിക്കാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കാനുമുള്ള പരിശ്രമം നമുക്ക് ഈ മാസത്തിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിന്റെ ഭാഗ്യം ലഭിക്കാതെ നമ്മിൽ നിന്ന് നേരത്തെ വിട പറഞ്ഞു പോയ ഒരുപാട് സഹോദരങ്ങളുണ്ട്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ എല്ലാ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ തുടങ്ങി ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ഏറ്റവും അടുത്ത മനസ്സിനോട് ഏറ്റവും ഇഷ്ടപ്പെട്ട പലരും വിട പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹുവേ, നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ ഏവരെയും നീ ഒരുമിച്ച് കൂട്ടുമാറാകണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة. الله أكبر الله أكبر أشهد أن لا إله إلا الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد المصطفى صلى الله عليه وسلم، وشر الأمور محدثاتها، فإن كل محدثة بدعة وكل بدعة ضلالة
وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഷഹ്റു റമദാൻ ഷഹ്റുൽ ഖുർആൻ. പരിശുദ്ധ റമദാൻ മാസം വിശുദ്ധ ഖുർആനിന്റെ മാസമാണ്. قال الله عز وجل شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. പരിശുദ്ധ റമദാൻ മാസം വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. ആളുകൾക്ക് സന്മാർഗദർശനമായും നേർമാർഗം മനസ്സിലാക്കുവാനുള്ള ഉപാധിയായുമാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല കലാം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാർഗദർശനമായി നൽകി വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. യാ അയ്യുഹൻ നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. യാ അയ്യുഹൻ നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബികും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു സാരോപദേശം വന്നെത്തിയിരിക്കുന്നു. അത് കേവലം നിങ്ങൾക്ക് സന്മാർഗദർശനം കാണിച്ചു തരുന്ന സാരോപദേശം മാത്രമല്ല, വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നമ്മുടെ ഹൃദയങ്ങളെ ഏറ്റവും നല്ല മാർഗത്തിലേക്ക് വഴിതെളിക്കുന്നതും ആ ഹൃദയത്തിന് ശമനം നൽകുന്നതും മനുഷ്യന്റെ മനസ്സുകളെ ബാധിക്കുന്നതായ രോഗങ്ങളെ, മനുഷ്യന്റെ മനസ്സുകളെ ബാധിക്കുന്നതായ മലിനമായ ചിന്തകളെ എല്ലാം സംസ്കരിച്ചുകൊണ്ട് അതിന് ശമനം നൽകുവാൻ സാധിക്കുന്നതുമായ ഗ്രന്ഥമാകുന്നു അത്. അള്ളാഹുവിന്റെ ആ അനുഗ്രഹത്തിലും കാരുണ്യത്തിലും നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുവിൻ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന, ഒരുക്കുകൂട്ടിക്കൊണ്ടിരിക്കുന്നതായ കാര്യങ്ങളെക്കാളെല്ലാം അനുഗ്രഹീതവും പ്രതിഫലാർഹവും ശ്രേഷ്ഠവുമാണത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നത് കാണാൻ സാധിക്കും. قال الله عز وجل إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. إن هذا القرآن തീർച്ചയായും ഈ വിശുദ്ധ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ഉന്നതമായതിലേക്ക്, ഏറ്റവും ശ്രേഷ്ഠമായതിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഗ്രന്ഥമാണ്. വയുബശ്ശിറുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് ആ വേദഗ്രന്ഥം സന്തോഷവാർത്ത നൽകുകയും ചെയ്യുന്നു. അന്ന ലഹും അജ്റൻ കബീറ, അങ്ങേയറ്റം വലിയ പ്രതിഫലം അവരെ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ള സന്തോഷവാർത്തയാണത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കലാമുമായുള്ള ബന്ധത്തെ അവൻ ഈ മാസത്തിൽ പുനർപരിശോധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ കലാമുമായി അടുത്തു നിൽക്കുന്ന ആളുകൾക്ക് വളരെ വലിയ വിജയം ലഭിക്കും ദുനിയാവിലും ആഖിറത്തിലും. കാരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. അല്ലാഹു തആല ഈ വേദഗ്രന്ഥം കൊണ്ട് ഒരുപറ്റം സമൂഹത്തെ ഉയർത്തുകയും മറ്റു ചിലർക്ക് അതിലൂടെ താഴ്ച നൽകുകയും ചെയ്യുന്നു.
അള്ളാഹുവിന്റെ കലാമുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് അത് ഉന്നതിയിലേക്കുള്ള ചുവടുവെപ്പാണ്. മാത്രമല്ല അൽമാഹിറു ഫിൽ ഖുർആൻ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള മനുഷ്യൻ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, ആദരണീയരായ പുണ്യവാന്മാരായ വഹീന്റെ വാഹകരായ മലക്കുകൾക്കൊപ്പമാണ് അവന്റെ സ്ഥാനം. വല്ലദീ യഖറഉൽ ഖുർആൻ വഹുവ യതതഅതഉ ഫീഹി, എന്നാൽ വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന തപ്പിത്തപ്പി ഓതുന്ന ആളുകളുണ്ടാകും. ലഹു അജ്റാൻ, അവന് 2 പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് സമാഗതമായി വളരെ പെട്ടെന്ന് തന്നെ ഓരോ ദിവസങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് എത്രമാത്രം പാരായണം ചെയ്യാൻ നമുക്ക് സാധിച്ചു? കഴിഞ്ഞ ശഅബാൻ മാസത്തിലെ പോലെ തന്നെയാണ് റമദാൻ മാസവുമെങ്കിൽ എന്ത് പ്രത്യേകതയാണുള്ളത്? ഇത് വിശുദ്ധ ഖുർആനിന്റെ മാസമാണ്. ഷഹറുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ മാസമാണ്. ഷഹറു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ആളുകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വേവലാതിയെക്കുറിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നത് കാണാം. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا وكذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك هاديا ونصيرا. പ്രവാചകൻ അല്ലാഹു തആലയോട് പരാതി പറയുന്ന സന്ദർഭം, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, അല്ലാഹുവേ എന്റെ സമൂഹത്തിൽ, എന്റെ ഉമ്മത്തിൽ ചിലർ ഈ വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞു റബ്ബേ. ആ വിശുദ്ധ ഖുർആനിന്റെ മാർഗദർശനത്തെ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല, നേർമാർഗത്തെ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. വിശുദ്ധ ഖുർആനിൽ നിന്ന് അവർ അകന്നുകളഞ്ഞു, അതിനോടവർ മുഖം തിരിച്ചു. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറയുമ്പോ അല്ലാഹു തആല പറയുന്നത്, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ മിനൽ മുജ്രിമീൻ, ഏതൊരു പ്രവാചകനും നൽകപ്പെട്ട വേദഗ്രന്ഥത്തിൽ നിന്ന് മുഖം തിരിഞ്ഞ് നടന്നു കളയുന്ന ഒരു പറ്റം മുജ്രിമീങ്ങളെ, അക്രമികളെ ഓരോ നബിമാർക്കും അവർക്ക് ശത്രുക്കളായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ള സത്യത്തെയാണ് അല്ലാഹു തആല ഓർമ്മിപ്പിക്കുന്നത്. ധാരാളമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബി, നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുക. മനുഷ്യന് ഒരു രക്ഷയുമില്ലാതെ പ്രയാസപ്പെടുന്നതായ അന്ത്യദിനത്തിൽ ആ വിശുദ്ധ ഖുർആൻ അവന് വേണ്ടി ശുപാർശകനായി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീടുകളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. അല്ലാഹ്